അശ്വതി എസ് നായരാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷം അശ്വതി അതിഥിയായി എത്തിയതിൽ. അശ്വതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലാരംഗത്ത് വളരെ ചെറുപ്പത്തിലേ തൊട്ട് വേദികളിൽ നിറഞ്ഞ് അതിനുശേഷം പിന്നണി ഗാനരംഗത്തേക്കൊക്കെ വന്ന ആളാണ്. എവിടെ എത്തി നിൽക്കുന്നു ആ ജേണി? ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്നലെ സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ അവാർഡ് വാങ്ങി. അപ്പോൾ അതുവരെ എത്തി നിൽക്കുവാണ്. മികച്ച ഗായികക്കുള്ള അവാർഡാണ്. കൺഗ്രാറ്റ്സ് കൂടി ആദ്യം. നമുക്കൊരു പാട്ട് പാടി തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും പാടാം. ഒരു പാട്ട് പാടി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം ഒരു ഭക്തിഗാനം തന്നെ പാടാം. ശരി. തിരുമിഴി പാലാഴിയാക്കാം, അണിമാറിൽ ശ്രീവത്സം ചാർത്താം, മൗലിയിൽ പീലിപ്പൂ ചൂടാനെൻ്റെ മനസ്സും നിനക്കു ഞാൻ തന്നു. ഗുരുവായൂരപ്പാ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. ഈ വേദികളിൽ നിന്ന് പിന്നണി ഗാനരംഗത്തേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണല്ലോ അല്ലെ? ഒരുപാട് വേദികൾ, എനിക്കൊന്ന് 20 വർഷത്തോളം 22 വർഷത്തോളം ഒക്കെ ഈ ഗാനമേളകൾക്ക് പാടുന്നുണ്ട് അല്ലേ? ഒപ്പം ഇപ്പൊ പിന്നണി ഗാനത്തേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു യാത്രയെ കുറിച്ച് പറയാമോ? യാത്ര സ്കൂൾ തലത്തിൽ നിന്നാണ് തുടക്കം. യുവജനോത്സവങ്ങൾ, പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഗാനമേളയ്ക്ക് പാടാൻ തുടങ്ങി. പിന്നെ ഗാനമേള കുറേ കാലം ഗാനമേള തന്നെയായിരുന്നു. പിന്നെ ഒരു +2 ആയപ്പോൾ റെക്കോർഡിങ്ങിന് പാടി തുടങ്ങി. പിന്നെ ആൽബങ്ങൾ, ഭക്തിഗാനങ്ങൾ, ഇപ്പോൾ സിനിമ വരെ എത്തി നിൽക്കുന്നു. അതെ. അപ്പോൾ പഠിച്ച കാര്യം പറയുമ്പോൾ നമ്മൾ KJ യേശുദാസ് സാറിന്റെ തരംഗിണി അല്ലെ, തരംഗിണിയിൽ പഠിച്ചു. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ? അതിനെക്കുറിച്ച് കൂടി പറയാം. തീർച്ചയായിട്ടും. സാറിൻ്റെ തരംഗിണിയിലാണ് ഞാൻ പഠിച്ചത്. മാത്രമല്ല സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ മുമ്പിലിരുന്ന് നേരിട്ട് പാട്ട് പഠിക്കാനുള്ളൊരു ഭാഗ്യം, പ്രത്യേകിച്ച് അത്രയും സ്റ്റുഡൻ്റുള്ള ഒരു ക്ലാസ്സിൽ എന്നെ പാടിപ്പിച്ചു, സെപ്പറേറ്റ് പാടിപ്പിച്ചു, ഒരുപാട് ഉപദേശങ്ങൾ തന്നു. അപ്പോൾ അത് വലിയ സന്തോഷം, അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടത് കാണുന്നു. അതെങ്ങനെയാണ്? തരംഗിണിയിൽ വന്നിട്ടാണോ അദ്ദേഹം പഠിപ്പിച്ചത്? തരംഗിണിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് സാറ് കയറി വന്നു, പഠിപ്പിക്കുകയായിരുന്നു. അന്ന് എന്താണ് പാടിപ്പിച്ചത്? അന്ന് ഞങ്ങൾ ക്ലാസിക്കൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ് സ്വരങ്ങൾ തന്നെയാണ്, വരിശകളൊക്കെയാണ് പാടിപ്പിച്ചത്. അപ്പോൾ അത്രയും എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് മാരീഡാണ് ഞാൻ. അപ്പം പാട്ട് ഞാൻ കുഞ്ഞുനാൾ മുതൽ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വീണ്ടും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് ആ പാടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്, അത് ഭയങ്കര പേടിയായിരുന്നോ? അതോ? ശരിക്കും പറഞ്ഞ പേടി തന്നെയാണ്. ഗാനഗന്ധർവനല്ല, ഞങ്ങളുടെ പാട്ടുകാരുടെ ഒരു സ്വപ്നം തന്നെയാണ് സാറിനെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് തന്നെ. അപ്പം അത് ഒരു ഫ്രണ്ടിലിരുന്ന് പാട്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമായിട്ട്. അപ്പോൾ അത് പേടിയോടെ തന്നെയാണ് ഞാൻ ക്ലാസ്സിലിരുന്നത്. പക്ഷേ സാറ് പേടിക്കരുത്, നല്ല ഭാവിയുണ്ട്, നല്ല ശബ്ദമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് തണുപ്പിച്ചിട്ടാണ് എന്നെ കൊണ്ട് പാടിപ്പിച്ചത്. സ്വരം പാടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്തി തന്നിരുന്നു? ഞങ്ങൾ എന്നും പാടുന്ന സ്വരങ്ങൾ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ശരിക്കും നന്നായിട്ട് പാടാൻ പറ്റി സാറിന് മുമ്പിൽ. ഈ മാരീഡ് ആണെന്ന് പറഞ്ഞു, കുടുംബത്തെ കുറിച്ച് കൂടി പറയാം. എത്രത്തോളം പിന്തുണ തരുന്നത്? എൻ്റെ ഈ ജീവിതത്തിൽ, സംഗീത ജീവിതത്തിൽ എൻ്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മോനും ഉണ്ട്. പിന്നെ ചേച്ചിയുടെ മക്കളുണ്ട്. ഹസ്ബൻഡ് ഇപ്പോൾ 4.5 വർഷമായി മരിച്ചുപോയി. അപ്പോൾ ചേട്ടനൊരു പാട്ടുകാരനായിരുന്നു, മ്യൂസിക് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഇപ്പോൾ 4.5 വർഷമായിട്ട് കൂടിയില്ല. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തെ കൂടി ഓർക്കുകയാണ്, ഇങ്ങനെ ഒരു ഗായികയെ ഞങ്ങൾക്ക് തന്നതിന്. ചിലർക്ക് മാരേജ് കഴിയുമ്പോൾ ഇത് മാറി നിൽക്കേണ്ടിയൊക്കെ ഒരു അവസ്ഥ വരാറുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ അശ്വതിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയാലോ നമുക്ക്? തീർച്ചയായിട്ടും പാടാലോ. കണ്ണിൽ കത്തും ദാഹം, ഭാവജാലം പീലി നീർത്തി, വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി, സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ, ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം.
മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ശരി, അശ്വതി പിന്നണി ഗാന രംഗത്തേക്ക് എത്തിയപ്പോൾ, സിനിമയിലേക്ക് എത്തിയപ്പോൾ ആ ആദ്യ അനുഭവവും ഇപ്പോൾ എങ്ങനെ പോകുന്നു അതിനെക്കുറിച്ചൊക്കെ പറയാം, അവസരങ്ങൾ. തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് മധു ബാലകൃഷ്ണൻ സാറിൻ്റെ കൂടെയാണ് ഒരു പിന്നണി ഗായക രംഗത്തുള്ള പാട്ട് പാടുന്നത് സിനിമയിലേക്ക്. അപ്പോൾ ആദ്യം അതിൻ്റെ ട്രാക്ക് ഫുള്ള് പാടിയത് ഞാൻ തന്നെയാണ്. എന്നാലും എനിക്ക് സാറ് പാടുമ്പോൾ എൻ്റെ വോയിസ് താഴെ പോവും, അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സാറ് വന്ന് പാടിയപ്പോൾ പിന്നെ എൻ്റെ പാട്ടും രണ്ടും മിക്സ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാടിയത് നജീം അർഷാദിൻ്റെ കൂടെയാണ്. അപ്പം അതും വലിയ കുഴപ്പമില്ലാതെ എനിക്ക് പാടാൻ പറ്റി, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പാടാൻ പറ്റി. റീസെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഏതായിരുന്നു? ഇപ്പോൾ നൊട്ടോറിയസ് ക്രിമിനലാണ് ഇപ്പോൾ അടുത്തിടെ റിലീസായത്. പിന്നെ MCP എന്നൊരു പടം ഉണ്ടായിരുന്നു, അതിലാണ് നജീം അർഷാദിൻ്റെ കൂടെ പാടിയിട്ടുള്ളത്. ഇപ്പോൾ കോലത്തിന്മേൽ കോലം എന്ന് പറയുന്ന NN ബൈജു സാറിൻ്റെ പടം ഉടനെ തന്നെ അതിൽ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ. മറ്റ് ഭാഷകളിലേക്കൊക്കെ ഉള്ളൊരു ശ്രമം നടത്തിയിരുന്നോ? മറ്റു ഭാഷയിലെ തമിഴിൽ എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെ, വീണ്ടും നമ്മൾ തിരിച്ച് വേദികളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഗാനമേള എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു ഭയങ്കര ആവേശമാണ് അല്ലേ. ഒരു സമയത്ത് ക്ഷേത്രങ്ങളിലൊക്കെ ഏറ്റവും അധികം നടത്തിയിരുന്നതും അല്ലെ, സംഘാടകർ ഏൽപ്പിച്ചിരുന്നതും ഈ ഗാനമേളക്കാരുടെ കയ്യിലേക്കായിരുന്നു, അവരുടെ ഉത്സവത്തെ ഏൽപ്പിച്ചിരുന്നത്. ആ സമയത്തൊക്കെ പാടിയിരുന്നില്ലേ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പാട്ട് ഏതായിരുന്നു ആ സമയത്ത്? തീർച്ചയായിട്ടും എനിക്ക് ഗാനമേള എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ആവേശം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പാട്ട് പാടി ഇട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ ലൈക്കും കമൻറ്റും ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണല്ലോ. പക്ഷേ നമ്മൾ വേദിയിൽ ഒരു പാട്ട് ഒരു 5 മിനിറ്റ് കാണത്തുള്ളൊരു പാട്ട്, പക്ഷേ ആ പാട്ടിന് നമ്മൾ ഒരേ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ കയ്യടിയും സ്നേഹവും അനുഗ്രഹവും കിട്ടും. അതൊരു വലിയൊരു ആവേശമാണ് നമുക്ക്. ഓരോ ദിവസവും ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ ഒരു ആവേശം തന്നെയാണത്. അങ്ങനെ മറക്കാനാകാത്ത അനുഭവങ്ങൾ? മറക്കാനാവാത്ത അനുഭവങ്ങൾ കൂടി പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ കൂടെ പാടിയിരുന്ന സമയത്ത് ചേച്ചിക്ക് ഒരു ദിവസം തൊണ്ട വയ്യാത്തൊരു സമയം ഉണ്ടായിരുന്നു ഒരു ദിവസം. അപ്പം ചേച്ചി പാടി ഹിറ്റാക്കിയ ഒരു സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന ഒരു തമിഴിലെ ഹിറ്റ് ഗാനമുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ വന്നിട്ട് പറയും, എനിക്ക് ശബ്ദം വയ്യ അശ്വതി ആ പാട്ട് പാടണം, ഞാൻ കൂടെ നിൽക്കാം, കുറച്ച് പാടാന്നൊക്കെ. അപ്പോൾ അത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ വായിന്ന് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്കത്. ചേച്ചീൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് വേണ്ടി കോറസ് പാടിത്തരിക, അതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു. തീർച്ചയായിട്ടും അല്ല. സ്വപ്ന സുന്ദരി നാൻ താനേ, നാൻ സ്വപ്ന ലോകത്തിൻ തേന്താനേ, സ്വപ്ന സുന്ദരി നാൻ താനേ, നാൻ സ്വപ്ന ലോകത്തിൻ തേന്താനേ, റാന്തൽ മിന്നലിലെ ജ്വലിപ്പേനേ, സോമ്പൽ ഇല്ലാമലേ സലിപ്പേനേ, വീണ്ടും ഇൻപം மீண்டும் மீண்டும் தூண்டும் நெஞ்சில் தோன்றும் 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 நான் தான் சொப்பன சுந்தரி, எங்கள் சோகம் கலைக்கும் கலைக்கும் மந்திரி. പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു വൈക്കം വിജയലക്ഷ്മി? ചേച്ചി വന്ന് കെട്ടിപ്പിടിച്ച്, ചേച്ചി അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഏത് സ്റ്റേജിൽ പോയാലും ചേച്ചിയുടെ ഒരുപാട് പ്രോഗ്രാമിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. ചേച്ചി എപ്പോഴും ഇങ്ങനെ അടുത്ത് തന്നെ ചേർന്ന് നിൽക്കലുണ്ട്. എനിക്ക് ആ ചേച്ചിയുടെ അമ്മയും അച്ഛനെയൊക്കെ ഭയങ്കര കാര്യമാണ്. എന്നുവെച്ചാൽ അവരൊരു സാധാരണക്കാരാണ്. ആ കലാകാരിക്ക് ഒരുപാട് ജ്ഞാനമുള്ളൊരു കലാകാരിയാണ്. അപ്പം ചേച്ചി അത്രയും എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. വേറെ സിത്താരയുടെ കൂടെയും വിധുപ്രതാപിന്റെ കൂടെ ഒക്കെ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് അപ്പൊ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്? ഏത് രീതിയിലുള്ള ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ രണ്ടും ഒരുപോലെയാണോ അതോ? അങ്ങനെയില്ല. സ്റ്റേജിൽ പോകുമ്പോഴത്തേനും നമ്മുടെ ഓഡിയൻസിന്റെ ആ ഒരു ഇഷ്ടം ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഗാനമേളയ്ക്ക് പാടിയുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് പാട്ട് പാടിയാൽ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. ചിലയിടത്ത് മെലഡി ആയിരിക്കും, ചിലവർക്ക് അടിപൊളി, ഇപ്പം മിക്കവാറും അടിപൊളി നാടൻ പാട്ടൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്.
അശ്വതി, ഗാനമേളയുടെ ഒരു ഇത് കുറഞ്ഞു ഇപ്പോൾ. നമ്മൾ പണ്ടത്തെ ഒരു ഇടക്കാലത്തുണ്ടായിരുന്ന പോലെയുള്ള ഒരു പ്രചാരം അതിനുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. കാരണം പല ക്ഷേത്രങ്ങളിലായാലും പല മറ്റ് പരിപാടികളിലായാലും ഒക്കെ ഈ ഗാനമേള ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഗാനമേള ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വളരെ കുറവായിട്ട് ആണ് ഇപ്പോൾ ഗാനമേള അധികം ഇല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്. മുമ്പൊക്കെ ഗാനമേളയാണ് ഒരു ഉത്സവത്തിന് ഒരു 10 ദിവസം ഉത്സവം ഉണ്ടെങ്കിൽ 5 ദിവസം ഗാനമേള ഇല്ലാത്ത അമ്പലങ്ങൾ കുറവാണ്. പക്ഷേ ഇപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. മറ്റേതൊക്കെ ജോണറുകളാണ് പാടുന്നത്? നാടൻപാട്ടുകളൊക്കെ പാടാറുണ്ട്? നാടൻപാട്ടുകൾ, കാരണം വേദികളിൽ പോകുമ്പോൾ നാടൻപാട്ട് ഇപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത ഇതാണ് നാടൻപാട്ടെന്ന് പറയുന്നത്. അപ്പം നാടൻപാട്ടുകളും പാടാറുണ്ട്. അപ്പോൾ ഒരു പാട്ട് പാടാലോ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. പക്ഷേ നമ്മൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ടത് അപ്ഡേഷൻസ് ആണല്ലേ. നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയാണ്? പാട്ട് പാടി ഇടാറുണ്ടോ? കവർ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, പാട്ട് പാടി ഇടാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ പാട്ട് പാടി ഇടാറുണ്ട്. പിന്നെ ലൈവ് ഒക്കെ പോകാറുണ്ടോ? ലൈവ് ഒന്നും ഞാൻ അധികം പോലില്ല. പാട്ട് പാടി ഇടലാണ് എൻ്റെ ശീലം. എനിക്കതാണ് ഇഷ്ടം. എനിക്കൊന്ന് നേരത്തെ പറഞ്ഞില്ലേ ഡയറക്റ്റ് റെസ്പോൺസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ലൈവൊക്കെ ഒന്ന് പിടിക്കണം. ഇനി ഒരു ലൈവൊക്കെ ഒന്ന് പിടിക്കണം. അങ്ങനെ ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് പാടിയ ഒരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. റീസെന്റ് ആയിട്ടുള്ള ഒരു പാട്ട്. ഇപ്പോൾ ഇടക്കാലത്ത് പഴയൊരു പാട്ട് ഇപ്പോൾ ഇടക്കാലത്ത് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു, കൺമണി അൻപോട്. അപ്പോൾ ആ പാട്ടൊന്ന് പാടാം. ശരി. ഉണ്ടാന കായമെങ്കും തന്നാലാറിപ്പോന മായമെന്ന പൊന്മാനെ പൊന്മാനെ, കൺമണി அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது, ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் കടിതമേ. താങ്ക് യു അശ്വതി. ഒരുപാട് വേദികൾ കിട്ടട്ടെ ഞങ്ങൾക്ക് അതിഥിയായി. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവണം. ശരി, താങ്ക് യു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ഹരികൃഷ്ണൻ ചേരും.